അമൃതേശ്വരി നമഃ. കർണചരിതം. കുന്തി ഭോജ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസ മഹർഷി വരികയാണ്. ക്ഷിപ്രകോപിയാണല്ലോ മഹർഷി. കുറച്ചു നാൾ താമസിക്കാനാ വരവ്. ശീലഗുണവും നന്മയും നിറഞ്ഞ വളർത്തുമകളായ കുന്തി ദേവി വാസുദേവരുടെ സഹോദരിയാണല്ലോ. മാത്രമല്ല വൃഷ്ണിവംശജനായ ശൂരൻ്റെ പുത്രിയുമാണ്. ആ കുന്തി മഹർഷിയുടെ ശുശ്രൂഷയ്ക്കായി രാജാവിനെ നിയോഗിച്ചു. കുന്തി ദേവിയാണെങ്കിലോ അതീവ ശ്രദ്ധയോടെ മഹർഷിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. മഹർഷിയുടെ കോപമെല്ലാം കുന്തിയുടെ പുഞ്ചിരിയിലും വിനയത്തിലും അലിഞ്ഞുപോയി. മഹർഷി മടങ്ങാൻ നേരം കുന്തിയോട് പറഞ്ഞു, ഭദ്രേ, നിന്റെ പരിചരണത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനായി. നിനക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ വരുത്താനും പുത്രലബ്ധിക്കുമായുള്ള മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. മഹർഷി പോയി. കടുത്ത ജിജ്ഞാസയാൽ കുന്തി ദേവി പ്രാണായാമമൊക്കെ കഴിഞ്ഞ് ഉദിച്ചു വരുന്ന സൂര്യദേവനെ നോക്കി മന്ത്രം ചൊല്ലി. പെട്ടെന്ന് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു. കുന്തിയും തോഴിയുമല്ലാതെ മറ്റാരും ഈ വിവരം അറിഞ്ഞിട്ടില്ല. കുന്തി ദേവി അടപ്പുള്ള പെട്ടിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കിടത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നദിയിൽ ഒഴുക്കി വിട്ടു. ശർമ്മണ്ണോ നദിയും യമുനയും ഗംഗയും താരാട്ടുപാടി ഉറക്കിയ കുഞ്ഞ് ചമ്പാപുരിയിലെത്തിയപ്പോൾ സന്താന സൗഭാഗ്യമില്ലാതിരുന്ന തേരാളിയായ ദരഥനും രാധയ്ക്കും ഈ കുഞ്ഞിനെ കിട്ടുകയാണ്. വസുഷേണൻ എന്നു പേരിട്ട് ലാളിച്ച് വളർത്തിയ കുഞ്ഞാണ് പിന്നീട് കർണനായിട്ട് മാറിയത്. കർണൻ യുവാവായി. ഒരിക്കൽ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ആയോധന കലയിലുള്ള അരങ്ങേറ്റം നടക്കുകയായിരുന്നു. അപ്പം കർണനൊന്ന് മത്സരിക്കാമെന്ന് വെച്ചു. ക്ഷത്രിയ രക്തല്ലേ. പക്ഷേ അർജുനനടക്കമുള്ളവർ കുലമഹിമയുടെ പേരും പറഞ്ഞ് അപമാനിച്ചു വിട്ടു. വിഷണ്ണനായ കർണനെ ദുര്യോധനാണ് രക്ഷിച്ചത്. അംഗരാജ്യത്തെ രാജാവാക്കി വാഴിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയമായി. കർണനാണ് യുദ്ധം ചെയ്യണമെന്ന് മനസ്സിലാക്കിയ കുന്തി ദേവി ആരും അറിയാതെ കർണൻ്റെ കുടീരത്തിൽ വന്ന് കാണുന്നുണ്ട്. മോനെ, നിന്റെ അമ്മയാണ് ഞാൻ. അർജുനൻ നിന്റെ സഹോദരനും. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അമ്മയുടെ അപേക്ഷ മാനിക്കാൻ കർണനായില്ല. എങ്കിലും ഒരു ഉറപ്പ് നൽകി. യുദ്ധം കഴിഞ്ഞാലും അമ്മയ്ക്ക് 5 മക്കളുണ്ടായിരിക്കും. കുന്തിക്ക് നൽകിയ വാക്കനുസരിച്ച് അർജുനനെ ഒഴികെ മറ്റെല്ലാവരെയും കർണൻ വെറുതെ വിട്ടു. അർജുനൻ്റെ ആഗ്നേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭാക്കി. അർജുനൻ്റെ ശിരസ് ലക്ഷ്യമാക്കി നാഗാസ്ത്രം തൊടുത്തു വിട്ടു. കർണൻ നാഗാസ്ത്രം തൊടുക്കുമ്പോൾ ഗുരുസ്ഥാനുള്ള ശല്യർ ഉപദേശിക്കുന്നുണ്ട്. കർണ, നിന്റെ അമ്പിപ്പം തൊടുക്കണ്ട. ശല്യരുടെ ഉപദേശമൊന്നും കേട്ടില്ല കർണൻ. ഇടുത്തമ്പ് തൊടുത്തമ്പ് വിടുക തന്നെ ചെയ്യും. കർണൻ്റെ വാശിയായിരുന്നു അത്. അർജുനനേക്കാൾ തേജസ് കൊണ്ടും ശക്തി കൊണ്ടും തിളങ്ങിയ കർണൻ സമ്പാദിക്കാതെ പോയത് ഗുരുത്വമാണ്. മനുഷ്യ ജീവിതത്തിൽ അവശ്യം വേണ്ട ഗുണം ഗുരുകൃപയല്ലാതെ മറ്റൊന്നുമല്ല. ബാക്കിയെല്ലാം താനേ വന്നു ചേരും. ഓം അമൃതേശ്വരി നമഃ.